ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പട്ടായയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ തായ്ലൻഡ് ട്രിപ്പിൻ്റെ 5ാമത്തെ ദിവസത്തിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വെച്ചാൽ വാട്ട് ഫാർ യായ് എന്ന് പറഞ്ഞൊരു ടെമ്പിളിലേക്കാണ്. വാട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ തായ്ലൻഡ് ഭാഷയിൽ ടെമ്പിളാണ് അർത്ഥം വരുന്നത്, വേറെ പ്രത്യേകിച്ച് വാക്കും സംഭവമൊന്നുമില്ല. പിന്നെ മറ്റേ ഫാർ യായ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധൻ്റെ വലിയ പ്രതിമ, അങ്ങനെയാണ് അവർ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഒരു ഭാഷയിൽ പറയുമ്പോൾ അങ്ങനെയാണ് പറയുക. അപ്പോൾ നമ്മൾ ഗോൾഡൻ കളറിലുള്ള തീമാണ് ഫുള്ള്, ബുദ്ധൻ്റെ അമ്പലം മുഴുവൻ. സൈഡിലൊക്കെ കാണാൻ നല്ല രസമാണ്, വലിയൊരു ഡ്രാഗൻ്റെ ഒക്കെ പോലത്തെ കാണാൻ അടിപൊളിയായിട്ട്. അപ്പോൾ ഫുൾ ഗോൾഡാണ് കേട്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചു ആണ് കാണുന്നത്. നമ്മുടെ അമ്പലം പോലെ അല്ല, അവിടെ ചെരുപ്പൊക്കെ ഇട്ട് അകത്തോട്ടൊക്കെ കയറാം, ഷൂ ഒക്കെ ഇട്ടിട്ട്. ആരൊന്നും പറയണമെന്നില്ല, എല്ലാവരും അങ്ങനെ തന്നെ കയറണം കേട്ടോ. പിന്നെ അത്യാവശ്യം വിളക്ക് കത്തിച്ച് വയ്ക്കുക, അങ്ങനെ പരിപാടികളൊക്കെ അതിനകത്തുണ്ട്. പിന്നെ അങ്ങനെ കുറേ ബുദ്ധൻ്റെ പലതരത്തിലുള്ള സ്റ്റാച്ചു ഇങ്ങനെ നിൽക്കണതും ഇരിക്കണതും അങ്ങനെ പല സംഭവങ്ങളുണ്ടാവും, ഐതിഹ്യങ്ങളുണ്ടാവും. നമുക്ക് അതിനെപ്പറ്റി വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. അപ്പോൾ കാണാൻ നല്ല രസമാണ്. എന്തായാലും നല്ലൊരു എന്താ പറയുക, ഫുൾ ഗോൾഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പല സംഭവങ്ങളും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഓരോ ചടങ്ങുകളൊക്കെ ഉണ്ടാവും എന്ന് തോന്നും കേട്ടോ. ഇപ്പം ഒരു കിടക്കുന്ന ടൈപ്പ് ഇൻക്ലൈഡായിട്ട് കിടക്കുന്ന ഒരു ടൈപ്പാണ് കാണുന്നത് ബുദ്ധ. അങ്ങനെ അവിടെ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞോളൂ കേട്ടോ, അതാരാന്നറിയില്ല. അങ്ങനെ പല ടൈപ്പുള്ള രൂപങ്ങളുണ്ട്, പല ഐഡിയാസിൽ അത് കണ്ടിട്ട് എന്താ സംഭവം എന്നൊന്നും. പിന്നെ ചിലയിടത്തൊന്നും ഇംഗ്ലീഷിലൊന്നും അല്ല എഴുതി വെച്ചിരിക്കണം, കൂടുതൽ തായ് ഭാഷയിലാണ് അവരത് എഴുതിയിരിക്കണത്. പിന്നെ നമുക്കിപ്പം ചെല്ലുക, അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ആ ലെഫ്റ്റ് സൈഡിലായിട്ട് അവരുടെ പൂജ അങ്ങനെ സാധനങ്ങളൊക്കെ ചെയ്യണതിനുള്ള സാധനങ്ങളൊക്കെ അവിടെ വിൽക്കണമെന്ന് തോന്നും കേട്ടോ. കാരണം അവിടെ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്. ഓരോരോ എന്താ പറയുക, ചെറിയ മെഴുകുതിരി പോലത്തെ വിളക്ക് പോലത്തെ എന്തൊക്കെയോ സെറ്റപ്പൊക്കെ ഉണ്ട്. നമ്മുടെ അമ്പലങ്ങൾ കാണുന്ന പോലൊക്കെ തന്നെ ചെറിയ സംഭവങ്ങളാണ്, വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയോ. പിന്നെ അങ്ങനെയൊക്കെ കണ്ടില്ലേ, നല്ല രസമല്ലേ ഇത് കാണാൻ. അതൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. അത് ഈ വെള്ളത്തിൽ മേടിച്ചിടുന്നതൊക്കെ ഉണ്ട്. പിന്നെ ഈ നോട്ടൊക്കെ ഉണ്ടല്ലോ, 20ൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഒരു കമ്പിലാക്കി സ്റ്റിക്കിലാക്കിയിട്ട് അവിടെ ഒരു സംഭവത്തിന് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. ഗൈസ്, ഇത് നമ്മുടെ തായ്ലൻഡിലെ ലോട്ടറി ടിക്കറ്റാണ്. ഞങ്ങളവിടെ ഐസ്ക്രീം കഴിക്കാൻ നിന്നപ്പോൾ കണ്ടതാണ് അവിടുത്തെ ലോട്ടറി ടിക്കറ്റ്. കൊള്ളാം, ചെറിയൊരു സംഭവം ടിക്കറ്റാണത്. നമ്മൾ ഗ്രാബ് ബുക്ക് ചെയ്തു, അതായത് അവിടുത്തെ ഊബർ എന്നൊക്കെ പറയുന്ന ടാക്സി. നമുക്ക് വന്നത് ഇതാണ് കേട്ടോ, നമ്മുടെ ഫോർച്യൂണർ വന്നത്. നിസ്സാര രൂപയുള്ളൂ, അവിടുത്തെ 90 ഭാഗത്ത്. അപ്പോൾ ഇവിടെ ഏകദേശം 230-240 രൂപ മാക്സിമം. വലിയ റേറ്റ് ഇല്ല, കാരണം വെച്ചാൽ അധികം കിലോമീറ്റർ, ഒരു 10-14 കിലോമീറ്റർ പോകാണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഫോർച്യൂണറൊക്കെ വരുമ്പോൾ അത്യാവശ്യം റേറ്റ് കൊടുക്കണം ടാക്സി ആയിട്ട്. ഇതിപ്പോൾ ടാക്സിയിൽ എന്താ ഗ്രാബ് ബുക്ക് ചെയ്ത് വന്ന സംഭവമാണ് ഫോർച്യൂണർ. അവിടെ ഞാൻ ഇതിൻ്റെ വില ചോദിച്ചപ്പോൾ പറഞ്ഞത് 10 മില്യൺ തായ് ബാത്താണ് പറയണത്, അതായത് ഇവിടുത്തെ ഒരു 24 ലക്ഷം രൂപ. നമ്മുടെ നാട്ടിൽ എനിക്ക് വളരെ 33 ലക്ഷം 40 ലക്ഷം രൂപ അടുത്തുണ്ട് ഫോർച്യൂണറിന്. അപ്പോൾ കണക്കും പ്രകാരം നോക്കുകയാണെങ്കിൽ തായ്ലൻഡിൽ നിന്ന് ഫോർച്യൂണർ എടുക്കായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് അത് കൊണ്ടുവരുമ്പോൾ എന്തായാലും ടാക്സ് കയറും. അപ്പോൾ എന്തായാലും ഏകദേശം ആ റേറ്റൊക്കെ വരും തോന്നുന്നുണ്ട്. എന്തായാലും പൊതുവേ നോക്കുമ്പോൾ അവിടെ ഈ കാറിനൊക്കെ വില കുറവാണെന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് വന്നിരിക്കുന്നത്. ഇതും നല്ലൊരു അടിപൊളി സംഭവമാണ്. നമ്മളിപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കാമെന്ന് വെച്ചാൽ 800 രൂപ കൊടുക്കണം. നമ്മൾ ഒരു വഞ്ചിയിലെങ്ങാനും ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നമുക്ക് സഞ്ചരിക്കണമെങ്കിൽ. ഇപ്പോൾ നമ്മൾ 200 രൂപ കൊടുത്തിട്ട് കാൽനടയായിട്ട് തന്നെ കാണാൻ നല്ല രീതിയിലാണ് നമ്മൾ കയറണം അതിനകത്തേക്ക്. അതിന് 200 ഭാഗത്തോളൂ കേട്ടോ, മറ്റേ 90 ഭാഗത്ത് കൊടുക്കണം. ഇപ്പോൾ ഈ കാണുന്ന ഒരു വഴി കൂടെ നമ്മൾ കാണുക, അവിടെ മാർക്കറ്റിൽ കയറി വല്ലതും മേടിക്കുകയാണെങ്കിൽ മേടിക്കുക. പിന്നെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റേറ്റാണ് കേട്ടോ, ഒടുക്കത്തെ റേറ്റ് അവർ പറയും എല്ലാത്തിനും. പക്ഷെ നമ്മൾ ബാർഗൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയണ ഒരു പകുതിയേക്കാൾ കൂടുതൽ കുറയും, അതായത് പകുതി വിലയേക്കാളും കൂടുതൽ അവർ കുറയ്ക്കും. പിന്നെ ഇവിടെ ഞാൻ കണ്ടുവന്ന സംഭവം എന്ന് വെച്ചാൽ അവർ എന്താ പറയുക, നമ്മളോട് ചോദിക്കും, നിങ്ങൾ പറ റേറ്റ് അത്രയ്ക്ക് തരാം ഈ സാധനം, നിങ്ങൾ തന്നെ പറയാൻ പറഞ്ഞിട്ട് നമ്മളോട് റേറ്റ് പറയും. നമ്മളത് എന്താ പറയുക, മാക്സിമം വേണം കുറച്ചിട്ട് പറയാൻ. നമ്മൾ അവർക്ക് നഷ്ടം വരുമോ എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് പറയരുത്, കാരണം അവർക്ക് ലാഭമില്ലെങ്കിൽ അവരെന്തായാലും നമുക്കത് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല, നമുക്ക് തരൂല്ല. അപ്പോൾ നമ്മൾ മാക്സിമം അത് കുറച്ചിട്ട് പറയാം, എങ്ങാനും കിട്ടിയാലോ. ഞങ്ങളങ്ങനെ പല സാധനങ്ങളും അങ്ങനെ കുറച്ച് ചോദിച്ചു. നമുക്കൊരു ചെറിയൊരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഞാൻ ഇവിടെ എന്താ പറയുക, അത്യാവശ്യം ഇങ്ങനെ കഴിക്കാനുള്ള ഫുഡിൻ്റെയും ഈ ക്രൊക്കഡൈലിൻ്റെ ഒക്കെ മീറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ അടിക്കാമെന്ന് വെച്ചിട്ടാണ് മെയിനായിട്ട് കയറിയത്. ഇവിടെ അത്യാവശ്യം വൃത്തിയുണ്ട് ഇവിടെ കാണുമ്പോൾ, മറ്റേ ഒരു സ്ട്രീറ്റ് പോലെ അല്ല, എല്ലായിടത്തും വൃത്തിയുണ്ട്, വൃത്തിയില്ലെന്നല്ല. ഇവിടെ എന്തോ സംഭവം ഉണ്ടാക്കുന്നത്, ഉണ്ണിയപ്പം പോലത്തെ എന്ത് സാധനമാണ് ആ ബോട്ടിൽ വെച്ചിട്ട് ചേച്ചിട്ടാക്കിക്കൊണ്ടിരിക്കണമെന്ന് തോന്നുന്നു കേട്ടോ. അതെന്താ സാധനം എന്ന് അറിഞ്ഞൂടാ. പിന്നെ ഷോപ്പിങ്ങൊക്കെ ഗംഭീരമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാം. അത്ര നല്ല ഗംഭീര സ്ഥലമാണ്. കണ്ടില്ലേ പുഴുവിനൊക്കെ വർദ്ധിച്ചിരിക്കണേ, പുഴു, പുൽച്ചാടി,
അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ കുറേ ഞാൻ നോക്കിയില്ല സത്യം പറഞ്ഞാൽ. കാരണം ചിലതൊക്കെ നമുക്ക് അറിയിക്കും. ഇതാണ് നമ്മുടെ മുതലക്കുട്ടൻ. മുതലക്കുട്ടനെ വറുത്ത് വെച്ചിരിക്കുകയാണ് ഗൈസ്. ഇത് മുതലക്കുട്ടനാണ്. ഇത് അതിനെ അവരെന്തോ ഉണക്കിയിട്ടൊക്കെ വെച്ചിരിക്കുന്ന സംഭവമാണ്. ഒറിജിനൽ മുതൽ തന്നെയാണ് സംഭവം. ഞാൻ ചോദിച്ചപ്പം അങ്ങനെ പറഞ്ഞു. പിന്നെ കണ്ണ് ഡ്യൂപ്ലിക്കേറ്റ് ആട്ടോ, അത് ചുമ്മാ ഒരു തള്ളിക്കയറ്റി വെച്ചാണ്. ഇതാണ് മുതലുള്ള മീറ്റ്. അത് നമുക്ക് ഗ്രില്ല് ചെയ്ത് തരാണ് സംഭവം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യണം എന്നുള്ള കാരണം ഞാനത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ക്യാഷൊക്കെ കൊടുത്ത് 40 ഭാഗത്താണ് ആ ഒരു സ്റ്റിക്കിൽ 6 പീസ് 5 പീസ് ഉണ്ടെന്ന് തോന്നുന്നു ആ സ്റ്റിക്കിനകത്തിട്ടാണ്. അപ്പം ഞാനത് വെയിറ്റിംഗ് ആണ് ഈ സാധനം കിട്ടാൻ വേണ്ടി. ടേസ്റ്റ് അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ ചേര തിന്നണ നാട്ടിൽ ചെന്ന നടുകഷ്ണം തിന്നണമെന്നാണല്ലോ. പിന്നെ ഇവിടെ കണ്ട നമ്മുടെ അവിടെയൊക്കെയാണ് ഈച്ചയൊക്കെ വന്നിരിക്കും. ഇവിടെ നോക്ക് ചെറിയൊരു ഫാനൊക്കെ വെച്ചിട്ട്, ഫാനല്ല എന്തോ സാധനമാണ്, ഒരു മോട്ടർ വെച്ചിട്ട് ഈച്ച വരാതിരിക്കാനുള്ള സെറ്റപ്പാണ് കേട്ടത്. കാരണം അതൊക്കെ ഒരു ഹൈജീൻ്റെ ഭാഗമാണ്, അതവർ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം വെള്ളത്തിലാണ്, ഫ്ലോട്ട് ചെയ്യണ ഒരു സംഭവമാണല്ലോ, അതിനകത്താണ് ഈ മാർക്കറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോർമലി ഈച്ചയും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് 100%. അപ്പോൾ അതൊന്നും ഈച്ചയും വലിയ ചെറിയ അങ്ങനത്തെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ഒരു ഫാൻ പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സ്റ്റിക്കാണ് മേടിക്കാൻ ഉദ്ദേശിക്കണം കേട്ടോ. കാരണം നമ്മൾ ഈ സാധനം കഴിച്ച് ശീലമില്ലാത്ത കാരണം വയറിന് പണി വരാൻ പാടില്ലല്ലോ. അപ്പം ഒരു സ്റ്റിക്ക് മേടിച്ചു. അതിനകത്തൊരു 6 പീസ് ഉണ്ടെന്ന് വിചാരിക്കണം. 6 പീസിൻ്റെ അടുത്തുണ്ടെന്ന് കൊണ്ടില്ല. പിന്നെ ആദ്യമായിട്ട് കഴിക്കണ കാരണം വയറിന് എന്താ അവസ്ഥ ഒന്നും അറിയില്ല. ആരും ഇപ്പാണ് നിന്നുകൊണ്ടിരിക്കണം അവിടെ ഞാൻ. അപ്പോൾ സാധനം വരട്ടെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഐറ്റം. സംഭവം ഇത് വെച്ചേക്കണ കാണാൻ കല ഭംഗിൻ്റെ കേട്ടോ. അവരുടെ സോസും കാര്യങ്ങളൊക്കെ ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് അവരൊരു ഹാഫ് ബോയിലായിട്ടായിരിക്കും ഇതിങ്ങനെ വെച്ചിട്ടുണ്ടാവുക. നമ്മൾ പറയുന്ന സമയത്ത് അതൊന്ന് ഗ്രില്ല് ചെയ്ത് തരണമെന്ന് തന്നെ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം 40 ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. സാധനം മേടിച്ച് കഴിച്ചു നോക്കാം ഗൈസ്. സംഭവം നല്ല മണമൊക്കെ ഉണ്ട്, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സാധനം നല്ല അടിപൊളി സാധനമായിരുന്നു, നൈസ് സാധനമാണ്, കുഴപ്പമില്ലാത്ത ഐറ്റം തന്നെയാണ്. അപ്പോൾ ഞാൻ മനസ്സമ്മതിട്ട് ഇരുന്ന് തിന്നാന്ന് വെച്ചിട്ട് ഞാനവിടെ ഇരുന്ന് നൈസായിട്ട് തിന്നുകൊണ്ടിരിക്കുന്നത്. ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളി സാധനം. പെട്ടെന്ന് നോക്കിയപ്പോൾ പുറത്ത് നല്ല മഴ. പട്ടായ ചെന്നിട്ട് ആദ്യമായിട്ട് മഴ കിട്ടണം. നല്ല മഴ പെയ്യുന്നുണ്ട്, തകൃതിയായിട്ട് മഴയാണ്, നല്ല ഇടിവെട്ടും ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ഇതിനകത്തായതുകൊണ്ട് നമ്മൾ കാര്യം നനഞ്ഞൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പോകണം. നമ്മൾ അടുത്ത് തിരിച്ച് ബാങ്കോക്ക് തന്നെ പോവാണ്. അപ്പോൾ വൈകുന്നേരത്തെ എയർപോർട്ട് ബസ് നമ്മൾ വന്ന് ഇറങ്ങിയില്ലേ ഒരു ബസ്, അവിടെ തന്നെയാണ് നമ്മൾ തിരിച്ച് പോകാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യമേ നമ്മൾ ട്രെയിനകത്ത് പോകാനുള്ള സെറ്റപ്പിലാണ് നിന്നായിരുന്നത്. ട്രെയിനകത്ത് അതിൽ തന്നെയാണ് ആലോചിച്ച് അവിടെ നിൽക്കണ്ടായിരുന്നു ഞങ്ങൾ. പക്ഷേ ഈ മഴയും കാര്യങ്ങളൊക്കെ കാരണം ട്രെയിൻ നൈസായിട്ട് പണിയായി. കാരണം വഴിയൊക്കെ ഭയങ്കര ബ്ലോക്കാണ്, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി. അപ്പോൾ ഞങ്ങൾ വന്ന പോലെ തന്നെ തിരിച്ച് പോകാമെന്ന് വെച്ചാൽ നമ്മളൊരു എയർപോർട്ട് ബസ് എടുത്തിട്ടാണ് അവിടെ നിന്ന് വന്നത് ബാങ്കോക്കിൽ നിന്ന്. അതേ എയർപോർട്ട് ബസ്സിൽ പോയി ബാങ്കോക്കിൽ ഇറങ്ങാമെന്നുള്ള ഒരു ഇതിലാണ് നിൽക്കണത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഗ്രാബ് ബുക്ക് ചെയ്തു. ഗ്രാബ് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക, ഗ്രാബ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആപ്പാട്ടോ, നമ്മളിവിടെ ഊബർ എന്ന് പറയണ പോലത്തെ. ഇതാണ് പട്ടായയിലെ ബസ് സ്റ്റാൻഡ്, അതായത് എയർപോർട്ടിലേക്ക് നമ്മുടെ ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ബാങ്കോക്കിലെ ഇക്കാമായി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോയി ഇറങ്ങുക. ഇക്കാമായി അവിടെ നിന്നാണ് നമ്മൾ സ്റ്റേ ചെയ്യണേ. കാസാൻ റോഡ് എന്നാണ് പറയുന്നത്. ആ റോഡിലേക്ക് പോവുക. അപ്പോൾ അവിടെ നിന്ന് വേറെ ബസ് വിളിക്കണം കേട്ടോ. ഇക്കാമയിൽ നിന്ന് വേറെ ബസ് വിളിക്കണം. അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ പോയി ഇറങ്ങി അവിടെ നിന്ന് 2ാം നമ്പർ ബസ്സാണെന്ന് തോന്നുന്നു. 2ാം നമ്പർ ബസ്, 1ാം നമ്പർ, 2ാം നമ്പർ ബസ്സൊക്കെ ഈ കാസാൻ റോഡിലേക്ക് പോകും. അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് നേരം ബസ് സ്റ്റോപ്പ് തപ്പി അവിടെ കുറച്ച് നേരം നിന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത സമയത്തൊരു സംഭവം കണ്ടു കേട്ടോ. ഒരു 3 പിള്ളേർ, അവരുടെ കയ്യിലൊരു ചെറിയ ഇലക്ട്രിക് സൈക്കിളാണോ ചെറിയ ബൈക്കാണെന്ന് അറിയില്ല, പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ കേട്ടോ. അവർ അത് കണ്ടില്ലേ, അവർ 3 പിള്ളേർ ആ സാധനത്തിൽ ഇരുന്നിട്ട് അത് സിമ്പിളായിട്ട് തിരിക്കുമ്പോഴേക്കും സംഭവം പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പിള്ളേർ പോലെ നല്ല കൈസ് പൊളിയാണ് അവിടെ, പൊളി ഫോണുണ്ടല്ലോ. ആ ചെറിയ സംഭവമായിരുന്നു, നല്ല വലിയുള്ള അതിലായിട്ടാണ്. നമ്മളവിടെ 2ാം നമ്പർ ബസ് ഒന്ന് അതിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കാസാൻ, നമ്മുടെ താമസിക്കണ ഹോട്ടൽ ഈ ഒരു ഭാഗത്താണ് കേട്ടോ. ഹോട്ടലിൻ്റെ താഴത്താണ് ഈ പറഞ്ഞ സ്ട്രീറ്റും കാരണം കാസാൻ അങ്ങനെ എന്താ പറഞ്ഞ സ്ട്രീറ്റാണത്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം എന്താ പറയുക, ചെറിയ സ്ട്രീറ്റായാലും അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്ട്രീറ്റാണ്. ഇവിടെ ഈ പറഞ്ഞ പോലെ മുതലിറച്ചിയും മറ്റുള്ള ഇറച്ചികളും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാണ്. ബാറും ഡാൻസ് ബാറുകളും മസാജ് സെൻ്ററുകളും എല്ലാം ഇതിനകത്തുണ്ട്. നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പുറത്ത് തന്നെ കണ്ടില്ലേ ഡാൻസൊക്കെ. അപ്പോൾ അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഞങ്ങൾക്കൊന്ന് ഉറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഈ താഴത്തെ ബഹളമൊക്കെ. പുലർച്ചെ വരെ ഈ സാധനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കണ്ടില്ലേ, മുതലിറച്ചിയൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വല്ലതും കഴിക്കാമെന്ന് വിചാരിച്ചൊക്കെ പുറത്തിറങ്ങിയതാണ്. അവിടുത്തെ ഫ്രൂട്ട്സ് അടിപൊളിയാണ് കേട്ടോ. ഫ്രൂട്ട്സ് മേടിച്ച് അതൊന്ന് ടെസ്റ്റ് അടിച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് കൂടാണ്. പിന്നെ നോക്കിയേ ഞണ്ടിനെ എന്തിട്ടേക്ക് വറുത്ത് വെച്ചിടണം, പഴുതാരാ പാമ്പ്. അതൊക്കെ കാണുമ്പോൾ തന്നെ എന്താ പോലെ, നമ്മൾ കഴിച്ച് ശീലത്താരനാ, കഴിക്കുന്നവരുണ്ടാവും. ഇതൊരു ചിക്കൻ്റെ ഒരു ഐറ്റമാണ്. അപ്പോൾ അവിടെ ഒരു ചേച്ചിയുടെ കടയിൽ നിന്ന് മേടിച്ച് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക. അവിടെ ഈ കളിക്കണതേ ലേഡി അല്ല കേട്ടോ, അതൊരു ലേഡി ബോയ് ആണ്.
മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ സംസാരിക്കുന്ന കേട്ടു. മൊത്തം കുറച്ച് അങ്ങനത്തെ ടൈപ്പ് കുറേ ആൾക്കാരുണ്ട്, അതേപോലെ ലേഡി ബോയ് ആയിട്ട് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ നല്ല ഹൈറ്റാണ് അവരൊക്കെ. അങ്ങനെ ഇതിപ്പോൾ അവർ കസേര മണ്ടയ്ക്ക് എന്നിട്ടാണ് ഈ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്നിട്ട് ആ ഫുഡ് കഴിച്ച് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ച് മുകളിൽ പോകാൻ, റൂമിൽ ഹോട്ടലിൽ പോകാമെന്നുള്ള ചിന്തയിൽ അങ്ങനെ നിൽക്കണം. വൈകുന്നേരം ഇപ്പോൾ ഏകദേശം എനിക്ക് വേണം ഒരു 10 മണി ടൈമൊക്കെ അതിൻ്റെ ഔട്ടോ. അതെ, ഇത് കണ്ട് മുതലച്ചാറിനൊക്കെ പൊളിച്ച് വെച്ചിരിക്കുക. അവിടെയൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പൈസ ഒക്കെ ചോദിക്കും. പൈസ മുതലാരുടെ അടുത്തൊക്കെ വന്നിട്ട് എന്തിനാണോ. ഇതേപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്തും ബാർഗൈനിങ് മസ്റ്റാണ് കേട്ടോ. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ബാങ്കൊക്കെ എവിടെ പോയാലും റേറ്റൊക്കെ അവർ വരുമെന്ന് പറയും. അത് വെച്ച് കൈകളുള്ള പൈസ മൊത്തം കാര്യമാക്കരുത്. പിന്നെ എന്താ പറയുക, അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബാർഗൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയണ ഭാഷയിലാണ് ചെയ്യുക, അവർക്ക് മനസ്സിലാവും. അപ്പോൾ അവർക്കും കാര്യമായിട്ട് ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാരാണ് ഒട്ടുമിക്ക ആൾക്കാരും അവിടെ. അപ്പം അതൊന്നും വെച്ച് നമ്മളൊന്നും മിണ്ടാതിരിക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല. നമ്മൾ അറിയാവുന്ന ഭാഷയിൽ സംസാരിക്കുക. മലയാളത്തിൽ സംസാരിച്ചിട്ട് കാര്യമില്ല, കുറച്ചും കൂടി ഇംഗ്ലീഷ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ബാർഗൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രൈസ് കുറഞ്ഞ് നമുക്ക് സാധനം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം. പിന്നെ അതേ കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞില്ലേ, ഫ്രൂട്ട്സ് കണ്ടില്ലേ അവിടുത്തെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. പേരയ്ക്കും മറ്റേ ഡ്രാഗൺ ഫ്രൂട്ട്സും പപ്പായ അങ്ങനെ കുറേ ഫ്രൂട്ട്സ് അരിഞ്ഞിട്ട് അതിനൊരു എനിക്ക് തോന്നുന്നു ഒരു 40-50 ഭാഗത്ത് അതാണ് ആ ഇതിനകത്ത് പറഞ്ഞ ഇതിന് വില വരുന്നുണ്ട്. അത്യാവശ്യം നല്ല മധുരമുള്ള ഫ്രൂട്ട്സാണ്. അപ്പോൾ അത് അവിടെ ഒട്ടുമിക്ക സ്ഥലത്തും കാണാം കേട്ടോ. കാരണം നമുക്ക് ചിലപ്പോൾ ഫുഡ് അങ്ങോട്ട് സെറ്റാവില്ല ചില സ്ഥലത്ത്. അങ്ങനെ ട്രിപ്പായത് കാരണം വയറ് ശരിയില്ലെങ്കിൽ നമ്മൾ മൊത്തം ദിവസവും പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കുറേ ഒന്നും സ്ട്രീറ്റ് ഫുഡ് അധികം ട്രൈ ചെയ്തിട്ടില്ല, കുറച്ചൊക്കെ അങ്ങനെ കഴിക്കുന്നത് മാത്രം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനത്തെ വയറിന് കുഴപ്പമില്ലാന്ന് തോന്നുന്ന ഭക്ഷണങ്ങൾ മാത്രം മേടിച്ച് കഴിച്ചായിരുന്നത്. പിന്നെ റേറ്റും അതൊക്കെ നോക്കി സെറ്റ് ചെയ്ത് കഴിക്കും. അങ്ങനെയാണ് സംഭവങ്ങളൊക്കെ. ഇനി നാളെ രാവിലെ നമ്മുടെ ബാങ്കോക്കിലൊന്ന് അങ്ങോട്ട് നടക്കാം. അപ്പോൾ ബായ്.